ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നമ്മുടെ കൊൾഡോ ബ്യൂട്ടിയുടെ ടാക്റ്റിക്കൽ അനാലിസിസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അഡ്മിന് വീണ്ടും ചറപറ സൈന്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്മാർക്ക് പ്രാന്തായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവന്മാരെ അടുത്ത് നിന്ന് ഇത് പതിവില്ലാത്തതായിരുന്നു. കാരണം ഒരു സൈൻ ചെയ്താൽ പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അവന്മാർ അടുത്ത സൈൻ ചെയ്യുള്ളൂ. മനസ്സിലായോ? പക്ഷെ നമുക്കെന്താ അറിയില്ല, ഇത് ആദ്യം ഡീല് ഡണ്ണാക്കി വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അടുപ്പിച്ച് സൈൻ ചെയ്ത് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വിദേശ സ്ലോട്ടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ പുതിയ പ്ലെയറായിട്ട് ജുവാൻ റോഡ്രിഗ്യൂസ് എന്നൊരു സ്പാനിഷ് സെൻറ്റർ ബാക്കിനെ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ ഇന്നിട്ട ഒരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയുക, ഇനി നമുക്കൊരു ഡിഫൻഡറിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. എന്നാൽ സ്പാനിഷ് സെൻറ്റർ ബാക്ക് പേര് ജുവാൻ റോഡ്രിഗ്യൂസ് എന്നൊരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ജിംനാസ്റ്റിക്കിനൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജിംനാസ്റ്റിക്കും അതുപോലെ സരഗോസക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് അൽവാരോ വാസ്കസ് ഒക്കെ പണ്ട് കളിച്ചൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന് വേണ്ടിയാണ് ഇതിന് മുന്നേ കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഫ്രീ ഏജൻ്റായിരുന്നു, ക്ലബ്ബ് വിട്ടിരിക്കുകയായിരുന്നു, നമ്മൾ എടുത്തു. അത്ര പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം 1 കോടിയാണ് ആളുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നല്ലൊരു 1.6 സ്കോറോ അങ്ങനെ എന്തോ സംതിങ് ആണ്. സോ ആളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീശയാണ്. അതൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണെന്ന് തന്നെയാണ് കേൾക്കുന്നത്. സോ മാത്രമല്ല എല്ലാം സമർപ്പിച്ച് കളിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കളിക്കാരനും കൂടിയാണ് എന്ന് നമുക്ക് കേൾക്കാം. സോ ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ കിട്ടുക പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. സോ ഞാനിതിൻ്റെ എന്തായാലും നമ്മുടെ വിദേശ കളിക്കാരുടെയൊക്കെ ഒരു ടാക്റ്റിക്കൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണാൻ വരണമെന്ന് മനസ്സിലാക്കുക. സോ കൊൾഡോബിയറ്റ് തൊട്ട് നമ്മുടെ എല്ലാ വിദേശ താരങ്ങളെയും വിദേശ സൈനിങ്സ് അനലൈസ് ചെയ്യുന്ന രീതിയിൽ ഞാനൊന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ട്രൈ മാക്സിമം. നമ്മുടെ സൂപ്പർ കപ്പ് വരികയാണ്. സോ ഇയാൾ സൂപ്പർ കപ്പ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വ്യക്തതക്കുറവുണ്ട്. കാരണം ഇദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഭയങ്കര മെഡിക്കലും കാര്യങ്ങളൊക്കെ ഡണ്ണായിട്ടുണ്ട്. സോ നമ്മുടെ ഡീല് ഡണ്ണായിട്ടുണ്ട്. പക്ഷേ സൂപ്പർ കപ്പിന് മുന്നേ ഇവിടെ എത്തുമോ അല്ലെങ്കിൽ ഗോവയിലെത്തുമോ എന്ന് നമുക്കൊന്ന് കണ്ടെന്നെ അറിയേണ്ടി വരും. എത്തില്ലെന്ന് തോന്നുന്നു. ISL മുന്നോടിയായിട്ട് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് പ്ലീസ്.